ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും ഇനി വരാനായിട്ട് പോകുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് എത്ര നിയമനങ്ങൾ നടന്നു, അഡ്വൈസുകൾ എത്രയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്, അതുപോലെ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അപ്പോൾ ഇതിന്റെ നിയമന സാധ്യതകൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് 653/2021, അതുപോലെ തന്നെ 26/2022. ഓക്കെ, ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക് തുടങ്ങിയിട്ടുള്ള വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, ബോർഡ്സ്, കോർപ്പറേഷൻസിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുന്നത് KSRTC, KSFE പോലുള്ള മേഖലകളിലോട്ടാണ് കേട്ടോ, എക്സെട്ര കേട്ടോ, ഒരുപാടുണ്ട്. അപ്പൊ അതുപോലുള്ള മേഖലകളിലോട്ടാണ് നിയമനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ 1734 പേരാണ് ഉള്ളത്. ഓക്കെ, എത്ര പേരാണ്? 1734 പേരാണുള്ളത്. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 29/1/2024 ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാണ് അല്ലെ. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. അപ്പോൾ ഈ 24 റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഇനി ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര കൂടെ ഉണ്ട്? അതായത് 25, 26, 27, 27ലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിന്റെ ഗ്രേഡ് 2ന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 53.67 ആയിരുന്നു. എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്? 53.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. അതായത് കണ്ടതോ, ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LDC, KSRTC, KLDB, SFCK, എക്സെട്ര. ഓക്കെ, അപ്പോ ഇതില് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്, KSRTC, KLDB, SFCK, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതില് എത്ര അഡ്വൈസ് ആണ് ഇന്ന് വരെ പോയിരിക്കുന്ന? അഡ്വൈസ് എന്ന് പറയുന്നത് 702 ആണ്. എത്രയാണ്? 702 ആണ് ഇന്ന് വരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജസ്റ്റ് 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ തന്നെ 702 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അല്ലെ. 702 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ ഇനിയും 1.5 വർഷം കൂടെ ഇതില് ബാക്കിയുണ്ട്. അപ്പോ നമ്മള് ഒരു 1.5 വർഷം കൂടെ കഴിയുമ്പോഴേക്കും എത്രത്തോളം അഡ്വൈസ് പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നത് ആണ് അല്ലെ. ഇപ്പൊ ഇതില് നമ്മുടെ അല്ലെ ഓപ്പൺ കാറ്റഗറിയിൽ 706ാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത് കേട്ടോ. 706ാമത്തെ റാങ്കുകാരനാണ് ഇതിൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ ഇന്ന് വരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് 702 ആണ്. അപ്പൊ ഇത് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഡിഗ്രിയാണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിരുദമാണ് നമ്മുടെ ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. അതായത് 2/1/1989, 1989 കേട്ടോ. 2/1/1989 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് നമുക്ക് 2025 വരുന്ന നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ OBC ആണെങ്കിൽ OBC ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 39 വയസ്സും, അതുപോലെ തന്നെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ 36 വയസ്സും, SC/ST ആണെന്നുണ്ടെങ്കിൽ 41 വയസ്സുമാണ് നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഏജിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതിയാവും. 2/1/1991 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? എനി ഡിഗ്രി. ഓക്കെ, എനി ഡിഗ്രി എന്നുള്ളതാണ് യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം KSFE പോലുള്ള ഇതിലൊക്കെയാണ് നമുക്ക്, അതുപോലെ KICB പോലുള്ള ഇതിലൊക്കെയാണ് നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ. നല്ലൊരു സാലറി സ്കെയിലും കാര്യങ്ങളും തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സാലറി സ്കെയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതാണ്ടോ, വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ആണ് അല്ലെ, കോർപ്പറേഷൻസ്, ബോർഡ്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ ഓരോന്നിലും സാലറി ഡിഫറെന്റ് ആണ്. അപ്പോൾ നല്ലൊരു ശരിക്കും ഇതിൽ നമ്മൾ നോക്കിയതിൽ KSFE പോലുള്ളതിലൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാളും സാലറി കിട്ടുന്നതാണ് പറയുന്നത് അല്ലെ. പിന്നെ എക്സ്ട്രാ അത് വേറെയും. അപ്പോൾ വരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ പോലുള്ള പരീക്ഷകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് 10 മടങ്ങ് അധികമാണ് ഇതിന്റെ നിയമനങ്ങൾ നടക്കുന്നത്. കാരണം എന്താണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് കൂടി വന്ന 250, 300 ആ ഒരു കൂടിയാൽ കേട്ടോ, അത്രയും മാത്രമേ നമുക്ക് നിയമനങ്ങൾ പോവുള്ളൂ. അതും സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ അത്രയൊക്കെ നിയമനങ്ങൾ പോവുള്ളൂ. പക്ഷെ നമ്മൾ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുന്ന സമയത്ത് ഗ്രേഡ് 2 തന്നെ ഇപ്പൊ തന്നെ ഒരു 1.5 വർഷം ആകുമ്പോഴേക്കും തന്നെ 702 നിയമനങ്ങളാണ് നമുക്ക് പോയിരിക്കുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 53 പോയിന്റ് വെറും 67 മാത്രമാണ് കട്ട് ഓഫ്. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്.
മേടിക്കാൻ കഷ്ടമാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ബാക്കിയുള്ള എക്സാംസ് ഇനി നമ്മുടെ ഈ ബെവ്കോ LD പോലുള്ള 10th ലെവൽ എക്സാംസ് ഒക്കെ നോക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ബെവ്കോയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ പറയുമ്പോൾ നിയമനമൊക്കെ ഭയങ്കര ശോകമാണ്. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു പ്രതീക്ഷ നമുക്കുള്ളത് VFA മാത്രമാണ്. ഇനി VFA ആണ് വരാനായിട്ട് പോകുന്നത്. VFA മാത്രമാണ്. പിന്നെ വരുന്നത് ഈ ഡിഗ്രി ലെവൽ എക്സാംസും കാര്യങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇതിന്റെയൊക്കെ ഒരു എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിലിംസ് എന്ന് പറയുന്നത് അടുത്തൊരു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കാരണം ഡിസംബറോട് കൂടിയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നവംബർ ഡിസംബറോട് കൂടിയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 6 മന്തിന് ശേഷമായിരിക്കും നമുക്ക് ഇതിന്റെ പ്രിലിംസ് നടക്കാനായിട്ട് പോകുന്നത്. പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടാവും? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ടാവും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ SIയുടെ വിളിക്കും അല്ലെ, SIയുടെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് ഒരു പ്രിലിംസ് ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അടുത്ത വർഷം തന്നെ പരീക്ഷ മുഴുവനായിട്ടും നടക്കും. മെയിൻസ് നടത്ത റിസൾട്ട് വരും. അതിന്റെ അടുത്ത വർഷം നമുക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും. പിന്നെ വേറെ ഉള്ള പരീക്ഷകൾ എന്ന് പറയുന്നതും യൂണിവേഴ്സിറ്റി LGS പോലുള്ള പരീക്ഷ എല്ലാം വരാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ യൂണിവേഴ്സിറ്റി LGSന്റെ ഒപ്പവും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ഒപ്പവും കൂടെ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പരീക്ഷയാണിത്. കാരണം എന്താണ്, അത്രയും ഒഴിവുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത ഗ്രേഡ് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായിരുന്നു? 26/2022 ജൂനിയർ അസിസ്റ്റന്റ് ക്യാഷ്യർ എക്സെട്ര വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇതൊന്നും നെറ്റിൽ ഇല്ല കേട്ടോ. PSCയുടെ സൈറ്റിൽ ഞാൻ ഇതൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഇതിന്റെ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് എപ്പോഴാണ്? 2024 അപ്പൊ അതുകൊണ്ട് തന്നെ 2027 കൂടിയിട്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. ഓക്കെ, അപ്പൊ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ 2027 കൂടിയിട്ട് അവർക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചേ പറ്റുള്ളൂ. 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2026 എക്സാം നടത്തി 2027 നമുക്ക് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കും. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 13/3/2024 അല്ലെ. 13/3/2024 മെയിൻ ലിസ്റ്റിൽ 3763 പേരുണ്ട്. അഡ്വൈസ് നോക്കൂ, വെറും 1.5 വർഷം കൊണ്ട് അഡ്വൈസ് എന്ന് പറയുന്നത് 1353 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. എത്രയാണ്? 1353. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഉണ്ട് നിയമനം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പോൾ 1353 പേർക്കാണ് ഇതിന്റെ അഡ്വൈസും കാര്യങ്ങളും പോയിരിക്കുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 43 മാർക്ക് മാത്രമാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. എത്രയാണ്? 43 മാർക്ക് മാത്രമാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു LDCക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലെവലിലൊക്കെ പരിശ്രമിക്കുന്ന ഒരാൾക്ക് ഇത് അത്ര വലിയ ഒരു ചലഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 3 വർഷമൊക്കെ ആയിട്ടൊക്കെ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. LDC ലെവലിലോ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് നിന്ന് പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ 43 മാർക്ക് മേടിക്കാൻ അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. സോ അതിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു 80% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെയല്ലേ GK വരുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയി നല്ല രീതിയിൽ പരീക്ഷ എങ്ങനെയാണെന്ന് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഇടം പിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെ അഡ്വൈസ് തന്നെയാണ് 1353 എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 3763 പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അഡ്വൈസ് പോയിരിക്കുന്നത് 1353 പേർക്കാണ്. 43 മാർക്ക് മാത്രമാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഇതിനെ മാറ്റി നിർത്താതിരിക്കുക. നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കാനായിട്ട് നോക്കുക. കാരണം ഡിഗ്രിക്കാർക്ക് വരാൻ പോകുന്ന ഏറ്റവും മികച്ച അവസരമാണിതെന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ഉള്ളവർക്ക് വരാനായിട്ട് പോകുന്ന ഏറ്റവും മികച്ച അവസരമാണ്. കാരണം എന്താണ്, നമുക്ക് 10th ലെവലുള്ള 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് +2 ഉള്ളവർക്കൊന്നും എഴുതാനായിട്ട് പറ്റില്ല അല്ലെ. ഡിഗ്രി ലെവലുള്ളവർക്ക് മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്കാർ എഴുതുന്നത് മാത്രം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് നമുക്ക് പറ്റും. കാരണം നല്ല രീതിയിൽ ഈ വർഷം അല്ലെങ്കിൽ വെറും 1.5 വർഷത്തിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ 702 അതുപോലെ തന്നെ 1353 എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനു മുമ്പ് തന്നെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ജോലി നമുക്ക് നേടാനായിട്ട് പറ്റും. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ.